മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടത്തിയിട്ടും വാഹനം വിട്ടുകൊടുത്തില്ല. വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് തടഞ്ഞുവെക്കാൻ കാരണമെന്നാണ് സൂചന. വാഹനമെടുക്കാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. രണ്ടാം തവണയാണ് മന്ത്രിയുടെ അതൃപ്തിയിൽ ഉദ്യോഗസ്ഥർ ദുരിതത്തിലായത്. അശ്വിൻ ഡിയാക്കു ചേരുന്നു. അശ്വിൻ, ഈ ഫ്ളാഗ് ഓഫ് കഴിഞ്ഞെങ്കിലും ഈ വാഹനങ്ങൾ അടുത്തൊന്നും വിട്ടുകൊടുക്കാൻ ഇടയില്ല എന്നതാണല്ലോ തോന്നുന്നത്. ഇപ്പോഴിതാ ഈ ഓർഡറിലെ എതിർപ്പ് മൂലം ഉദ്യോഗസ്ഥർ വലഞ്ഞിരിക്കുകയാണ്. വിനിത, തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പിന്റെ 52 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് അത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. നേരത്തെ ഈ ഒരു പരിപാടി മന്ത്രി തന്നെ സംഘാടനത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടി റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം ഈ വാഹനങ്ങൾ ആനയറയിലെ ഡിപ്പോയിൽ പിടിച്ചിടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്നലെയോടുകൂടി ഇത് വീണ്ടും ഒരു ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് അതിന്റെ വണ്ടികൾ വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും ഈ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നിലവിലിപ്പോൾ ഈ 52 വാഹനങ്ങളും പേരൂർക്കട SAP-യിലെ ഗ്യാരേജിൽ, അതായത് ഓട്ടോ റിപ്പയറിംഗ് ഷോറൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിന് കാരണമായി പറയുന്നത് നിലവിൽ ഈ 52 വാഹനങ്ങളിൽ 40 വാഹനങ്ങളാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അലോട്ട് ചെയ്ത് നൽകിയിട്ടുള്ളത്. ഈ അലോട്ട്മെന്റിലെ മന്ത്രിയുടെ അതൃപ്തി കൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇത്രയും വാഹനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം വിവിധ ജില്ലകളിൽ നിന്ന്, കാസർഗോഡ് നിന്ന് അടക്കം വരെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും ഇവർക്ക് കയ്യും വീശി തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ഒരു വണ്ടിയും ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല. എല്ലാ വണ്ടികളും SAP-യിലെ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. ഇനി അലോട്ട്മെന്റ് ലിസ്റ്റ് വീണ്ടും മന്ത്രി തന്നെ പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ വാഹനങ്ങൾ നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥർ വീണ്ടും തങ്ങളുടെ ഒരു ദിവസത്തെ ഡ്യൂട്ടി കളഞ്ഞ് ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ ഉദ്യോഗസ്ഥരെ അന്ന് ആദ്യ ഉദ്ഘാടന സമയത്ത് AC-യിലിരുന്ന ഉദ്യോഗസ്ഥരെ മന്ത്രി പിന്നീട് രണ്ടാമത്തെ ഉദ്ഘാടന വേദിയിൽ പരേഡിന്റെ പേര് പറഞ്ഞ് വെയിലത്ത് നിർത്തി എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ കൂടി പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വാഹനങ്ങൾ എടുക്കാൻ ഇനിയും ഈ ഉദ്യോഗസ്ഥരെല്ലാം വീണ്ടും വരേണ്ടി വരും. അന്നത്തെ ദിവസം വീണ്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാകും എന്നതും ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഈ പരിപാടിയിൽ, മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആളെ കൂട്ടുന്നതിന് വേണ്ടി 2 ഇടങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കാൻ, അതുപോലെ തന്നെ ലേണേഴ്സ് പരീക്ഷ എഴുതാൻ വന്നവരേക്ക് SAP പേരൂർക്കടയിലേക്ക് കൊണ്ടുവന്നിരുന്നു. മുട്ടത്തറയിലും കുടപ്പനക്കുന്നും കഴിഞ്ഞ ദിവസം ഈ പരിപാടിയെ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും മന്ത്രിയുടെ പിടിവാശിയിൽ ഇപ്പോൾ വീണ്ടും ഈ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SAP അത് പോലീസിന്റെ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പിലാണ് ഈ വാഹനങ്ങൾ ഇപ്പോഴും കിടക്കുന്നത്. വിനീത, ശരി, ഏതായാലും മന്ത്രിയുടെ കടുംപിടുത്തം മൂലം വീണ്ടും ആ വാഹനങ്ങൾ അവിടെ തന്നെ കിടക്കുകയാണ്. ഉദ്യോഗസ്ഥർ വലയുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തിയിട്ടും അത് വിട്ടുകൊടുത്തില്ല എന്നതാണ്. ഞാൻ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമ്പോൾ കുറ്റം പറയുന്നത് സ്ഥിരമാക്കല്ലേ എന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്നത് കേട്ടു. പക്ഷേ ഇത്തരം ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടായാൽ അത് വളരെ ഗുണകരമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ തളിപ്പറമ്പ്